തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മേളയ്ക്കിടെ താൽക്കാലിക പാലം തകർന്നുണ്ടായ അപകടത്തിൽ പോലീസ് കേസെടുത്തു. തിരുവുരം പഞ്ചായത്ത് സംഘടിപ്പിച്ച ഫെസ്റ്റിനിടെയാണ് ഇന്നലെ രാത്രി അപകടം ഉണ്ടായത്. ഫെസ്റ്റ് ഓർഗനൈസേഷൻ കമ്മിറ്റിക്കെതിരെയാണ് പോലീസിൻ്റെ കേസ്. പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രതി ചേർക്കും. AV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ജയശങ്കർ, ആളുകൾക്ക് പരിക്ക് പറ്റിയെന്ന് അറിഞ്ഞിരുന്നു. ഇന്നലെ രാത്രി ഉണ്ടായ സംഭവത്തിൽ ആ പരിക്കുകളൊന്നും സാരമായ പരിക്കല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവരുടെ അവസ്ഥ? അത് കഴിഞ്ഞ കേസിനെ കുറിച്ച്. ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ വലിയൊരു അപകടമാണ് ഉണ്ടായത്. പക്ഷേ കാര്യമായ പരിക്കൊന്നും ആർക്കുമില്ല. രണ്ടുപേർക്ക് ഇന്നലെ രാത്രി ഗുരുതരമായിരുന്നു. നിലവിൽ അവരുടെ അവസ്ഥ അവർ ഓക്കെ ആയിട്ടുണ്ടെന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും മറ്റും ലഭ്യമാകുന്നത്. ആശങ്കപ്പെടാനുള്ള സാഹചര്യം നിലവിൽ ഇല്ല. ഏഴോളം പേർക്കാണ് കഴിഞ്ഞ ദിവസം പരിക്ക് പറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ടാണ് പൂവാർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. തിരുപുരം ഫെസ്റ്റ് ഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ പേരിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് തിരുപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീനയാണ്. ഇവരായിരുന്നു ഇതിൻ്റെ ചെയർമാൻ. ഇവർക്കെതിരെ സാങ്കേതികമായി കേസ് വരും. ഒപ്പം ഒരു മെമ്പർ അഖിൽ സ്റ്റീഫൻ, ഇങ്ങനെ 3 പേരടങ്ങുന്ന ഓർഗനൈസേഷൻ കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ പേരിലാണ് നിലവിൽ കേസ് എടുത്തിരിക്കുന്നത്. പക്ഷേ സാങ്കേതികമായി ഇവരുടെ പേര് പോലീസ് FIR-ൽ ചേർക്കും. എന്തായാലും വലിയൊരു അപകടമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പക്ഷേ വലിയ പരിക്കുകൾ പറ്റിയില്ല. നമ്മൾ ഇന്നലെ സ്ഥലം സന്ദർശിച്ചപ്പോൾ യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെയാണ് ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി അവിടെ നടത്തിയത്. പാലം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ മരം ഉപയോഗിച്ചാണ് അത്തരത്തിലൊരു പാലം ഉണ്ടാക്കിയത്. തീരെ സുരക്ഷിതമായിരുന്നില്ല. പക്ഷേ ഉയരം കുറവായതുകൊണ്ടും ആളുകൾ കുറച്ചുകൂടി ജാഗ്രത പാലിച്ചുകൊണ്ടും വലിയൊരു അപകടമുണ്ടായി. എന്തായാലും ജാഗ്രത പാലിച്ചുകൊണ്ട് അപകടം ഒഴിവായി എന്ന് നമുക്ക് പറയാം. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയെല്ലാം നാട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സംഘർഷം ഉണ്ടാകുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പോലീസ് ഇടപെട്ടാണ് നാട്ടുകാരെ മാറ്റിയത്. ചെറിയ രാഷ്ട്രീയ തർക്കമെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ആർക്കും വലിയ പരിക്ക് പറ്റിയില്ല എന്നത് വലിയ ആശ്വാസമാണ്. എന്തായാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ അധികാരികൾ തയ്യാറാവട്ടെ. അങ്ങനെ തയ്യാറായാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. SKN. Okay, thank you, AV ജയശങ്കർ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.